നമസ്കാരം. ഇന്ത്യയുടെ 2024 ഏറ്റവും മികച്ച കണ്ടെത്തലായി മാറിയിരിക്കുകയാണ് നിതീഷ് കുമാർ റെഡ്ഡി. മീഡിയം പേസ് ഓൾറൗണ്ടറായ താരം അവസാന IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ മിന്നിച്ചാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത്. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിലൂടെ പ്രതിഭ തെളിയിച്ച നിതീഷ് ഇപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മികച്ച പ്രകടനത്തിലൂടെ എല്ലാവരുടെയും പ്രശംസ ഏറ്റുവാങ്ങുകയാണ്. വലിയ ഭാവിയുള്ള താരമായി ഇതിനോടകം നിതീഷ് കുമാർ പേരെടുത്തു കഴിഞ്ഞു. ഇന്ത്യക്ക് മികച്ച പേസ് ഓൾറൗണ്ടർമാരുടെ ഭാവം ടീമിലുണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യയെ മാത്രം ഇക്കാര്യത്തിൽ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. ഹാർദിക്കിന് പുറത്ത് പരിക്കേറ്റതോടെ താരം T20യിലേക്ക് മാത്രമായി ഒതുങ്ങി. ഏകദിനത്തിലും ടെസ്റ്റിലും ഹാർദിക് കളിക്കാൻ വിസമ്മതിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതോടെ ഇന്ത്യക്ക് മികച്ച പേസ് ഓൾറൗണ്ടറുടെ അഭാവം ടെസ്റ്റിലും ഏകദിനത്തിലും ഉണ്ടായിരുന്നു. ഈ പ്രശ്നത്തിന് ഇന്ത്യ കണ്ടെത്തിയ ഉത്തരമായി നിതീഷ് കുമാർ മാറിയിരിക്കുകയാണ്. നിതീഷ് മിന്നിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയ്ക്കാവും വലിയ തലവേദനയായി മാറുന്നത്. ഫോം നിലനിർത്താത്ത പക്ഷം ഹാർദിക്കിന് പണി കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഹാർദിക് പാണ്ഡ്യയോട് ടെസ്റ്റിലും ഏകദിനത്തിലും കളിക്കണമെന്ന് ഗൗതം ഗംഭീർ പരിശീലകനായപ്പോൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫിറ്റ്നസ് ചൂണ്ടിക്കാട്ടി ഹാർദിക് ഇതിന് തയ്യാറായിരുന്നില്ല. ഇതോടെ ഗംഭീറിന് അതൃപ്തിയുണ്ടാവുകയും ചെയ്തു. ഇന്ത്യയുടെ അടുത്ത T20 നായകനാവേണ്ടിയിരുന്നത് ഹാർദിക് പാണ്ഡ്യയായിരുന്നു. എന്നാൽ ഗംഭീർ സൂര്യകുമാർ യാദവിനെയാണ് നായക സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. ഹാർദിക്കിനോട് ഗംഭീറിന് വലിയ താല്പര്യമില്ലെന്നതാണ് വസ്തുത. ഈ സാഹചര്യത്തിൽ നിതീഷ് കുമാർ മികച്ച ഫോമിൽ കളിക്കുമ്പോൾ ഇന്ത്യൻ പരിശീലകൻ നിതീഷിന് കൂടുതൽ പിന്തുണ നൽകും. ഹാർദിക്കിന് ഇതുവരെ ഒത്ത എതിരാളികൾ ഇല്ലാതിരുന്നതിനാൽ മോശം ഫോമിലായിട്ടും പലപ്പോഴും ഹാർദിക്കിന് ടീമിൽ തുടരാനായി. എന്നാൽ നിതീഷ് വളർന്നതോടെ ഹാർദിക്കിന് കൂടുതൽ മികവ് കാട്ടാതെ ടീമിൽ തുടരുക കടുപ്പമായി മാറിയിരിക്കുകയാണ്. നിതീഷിന്റെ ബൗളിംഗ് അല്പം മോശമാണ്. ഹാർദിക്കിനെ പോലെ ബൗളിംഗിൽ മികവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ തുടർ അവസരങ്ങളിലൂടെ ബൗളിംഗിലും മികവ് കാട്ടാൻ നിതീഷിന് സാധിക്കുമെന്നുറപ്പാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലൂടെ ഏകദിന ഫോർമാറ്റിലേക്ക് തിരിച്ചെത്താൻ ഹാർദിക് പാണ്ഡ്യ ആഗ്രഹിക്കുന്നുണ്ട്. ഇക്കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിതീഷ് മികവ് കാട്ടുമ്പോൾ കൂടുതൽ പിന്തുണ നിതീഷിന് ലഭിക്കും. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഏകദിനം കളിക്കാൻ 10 ഓവർ പന്തെറിഞ്ഞ് മികവ് കാട്ടുകയും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഈ പ്രശ്നം നിതീഷ് കുമാറിനില്ല. ഓസ്ട്രേലിയയിലെ മികച്ച പ്രകടനത്തിന്റെ കാര്യത്തിൽ നിതീഷിന് ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലേക്കും T20 പരമ്പരയിലേക്കും വിളിയെത്താൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഹാർദിക്കിന് പ്ലേയിങ് 11 സ്ഥാനം നഷ്ടമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മികച്ച ഷോട്ട് സെലക്ഷനും ആത്മവിശ്വാസത്തോടെയുള്ള മനോഭാവവും നിതീഷിനുണ്ട്. ഇന്ത്യ യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കവേ ഇടയ്ക്കിടെ പരിക്കേൽക്കുന്ന ഹാർദിക്കിന് കാര്യങ്ങൾ പ്രയാസമാണെന്ന് തന്നെ പറയാം. ഹാർദിക് പാണ്ഡ്യ ഇന്ത്യക്കായി നിരവധി മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള താരമാണ്. എന്നാൽ താരത്തിന്റെ സമീപകാല പ്രകടനങ്ങളിൽ ഈ ഇമ്പാക്ട് കാണാനാവുന്നില്ല. T20 ലോകകപ്പ് ഇന്ത്യയുടെ അലമാരയിൽ എത്തിക്കാൻ ഹാർദിക് വഹിച്ച പങ്ക് വലുതാണ്. എന്നാൽ ഇതിനുശേഷം നോക്കുമ്പോൾ പലപ്പോഴും മധ്യനിരയിൽ കാര്യമായൊന്നും ചെയ്യാനില്ലാത്ത റോളാണ് ഹാർദിക്കിന് ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിതീഷ് കുമാറിന് കൂടുതൽ പിന്തുണ ഇന്ത്യ നൽകിയാലും തെറ്റു പറയാനാകില്ല.